ഡ്രാമയിൽ കണ്ടതുപോലെ ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു. ആദിലയും നൂറയും അനുമോൾ അടിയോടടിയായിരുന്നു. വഴക്കിനിടയിൽ അനുമോൾ പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്നെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ആദില ചോദിച്ചു, എന്ത് കണ്ടിട്ടാ ഞങ്ങൾ വന്നതെന്ന് നീ പറ, അത് കേട്ടിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അനുമോൾ ബാത്റൂമിലേക്ക് ഓടിക്കയറി. അപ്പോൾ തന്നെ ആദില പറയുന്നുണ്ടായിരുന്നു, മുഴുവൻ പറഞ്ഞിട്ട് പോ, അല്ലാതെ ഇങ്ങനെ ഓടി ഒളിക്കല്ലേ എന്ന്. നീ ഒരു ഒളിച്ചോട്ടക്കാരിയാണ് എന്നായിരുന്നു ആദില ആ സമയം പറഞ്ഞിരുന്നത്. അനുമോൾ ഇന്ന് കിച്ചണിലെ ഫൈറ്റിന് ശേഷം ആദിലയോടും നൂറയോടും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കിച്ചൺ ടീമിൽ നിന്ന് വെസൽ ടീമിലേക്ക് മാറ്റിയതിനു ശേഷം അനുമോളുടെ ഡ്യൂട്ടി ചെയ്യാതെ മാറിയിരിക്കുകയായിരുന്നു. ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ രാത്രി മാത്രമേ വെസൽ കഴുകൂ എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. ഈ ഒരൊറ്റ വാശിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു അനുമോൾ. എന്നാൽ മറ്റുള്ളവരെല്ലാം അവരുടെ ഡ്യൂട്ടികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീയാണ് വെസൽ കഴുകേണ്ട സമയം, നീ വന്ന് പാത്രം കഴുകുക എന്ന് നൂറ പറഞ്ഞിട്ടും അനുമോൾ അത് അനുസരിച്ചില്ല. അപ്പോൾ തന്നെ ഇവർ തമ്മിൽ ചെറിയ സ്വരച്ചേർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലതവണ നൂറ പറഞ്ഞിട്ടും അനുമോൾ പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് പിന്നെ അവർ സംസാരിക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ അനുമോൾ പറഞ്ഞു, ഫൈനൽ 5-ൽ കയറിയതിൻ്റെ അഹങ്കാരമാണ് നിനക്ക് എന്ന് നൂറയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് കേട്ട ഉടനെ നൂറയും വിട്ടുകൊടുത്തില്ല. നൂറ പറഞ്ഞു, നിനക്ക് PR ഉള്ളതിൻ്റെ ധൈര്യമാണ്. ഇവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും PR നോക്കിക്കോളും എന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് നീ ഇവിടെ ജോലിയെല്ലാം ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു നൂറ സംസാരിച്ചിരുന്നത്. അനുമോളുടെ PR വിഷയം ഇവർ കൊണ്ടിട്ടത് അനുമോൾക്കും ഒട്ടും രസിച്ചില്ല. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ മുട്ടനടിയായിരുന്നു. ഇവരുടെ വഴക്കിനിടയിൽ അനീഷ് കയറി വന്ന്, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ നൂറ പറഞ്ഞു, അനുമോളുടെ അഹങ്കാരത്തിന് വളം വെച്ച് കൊടുക്കല്ലേ ചേട്ടാ എന്ന്. ഞങ്ങൾ അനുമോളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് കരുതി അവൾ തെറ്റ് കാണിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടെ നിൽക്കുകയാണോ, അതോ നല്ല സുഹൃത്തുക്കൾ അത് ചൂണ്ടിക്കാണിക്കുകയാണോ? അവളുടെ കൂടെ നിൽക്കുമ്പോൾ അവളുടെ തെറ്റുകളൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മുഖം കയറ്റി നടപ്പാണ്. വളരെ സെലക്റ്റീവായിട്ടുള്ള ആളുകളോടാണ് അവൾ സംസാരിക്കുന്നത് പോലും. ഇവളുടെ തനിനിറം പുറത്തേക്ക് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ സ്വഭാവവും മനസ്സിലിരിപ്പുമെല്ലാം എനിക്ക് മനസ്സിലായി എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. അപ്പോൾ ആദിലയും നൂറയും, നിന്റെ സ്വഭാവമാണ് നീ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് എന്ന് പറഞ്ഞു. നിനക്ക് ജെനുവിനായിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം, അല്ലാതെ കറുത്ത മനസ്സുമായി നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നായിരുന്നു ആദില പറഞ്ഞത്. ആദിലയും നൂറയും നിന്റെ കൂടെ കൂടാനുള്ള കാരണം നിന്റെ 1.5 കോടി ഫോളോവേഴ്സിനെ കണ്ടിട്ടോ, നിന്റെ 18 ലക്ഷത്തിന്റെ കാറ് കണ്ടിട്ടോ, അല്ലെങ്കിൽ നിന്റെ ഫെയിം കണ്ടിട്ടോ അല്ല. ഞങ്ങൾക്ക് ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞങ്ങൾക്ക് നിന്റെ കൂടെ കൂടിയിട്ട് കിട്ടുന്ന വോട്ടും വേണ്ട. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ സ്വഭാവം അറിഞ്ഞ് കൂടെ കൂടുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെങ്കിലും കാണും. അത് മാത്രം മതി ഞങ്ങൾക്ക് എന്നായിരുന്നു ആദിലയും നൂറയും പറഞ്ഞിരുന്നത്. ഞങ്ങളെ കുറച്ചെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ നിലനിന്ന് പോയത്. അല്ലാതെ നിന്റെ ഫെയിം കണ്ടിട്ട് നിന്റെ കൂടെ കൂടേണ്ട ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല. എന്തായാലും നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് കാണിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ നിനക്ക് BB കഴിയുമ്പോഴേക്ക് അത് ഇവിടെ തന്നെ അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നീ ഞങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത്. ഈ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് നീ ഓരോ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ആദിലയും നൂറയും അനുമോളും ഓരോ ഭാഗത്തു നിന്ന് കരയുകയായിരുന്നു. ഇനി ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി എന്താകും ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇന്ന് കാലത്ത് തൊട്ട് തന്നെ അനുമോളും ആദിലയും നൂറയും തമ്മിൽ വളരെ സ്വരച്ചേർച്ചയിലായിരുന്നു. എന്തായാലും അതിനുള്ള ഒരു പൊട്ടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.